ശാദുലി റാത്തീബില് അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് ശാദുലി റാത്തീബ് ചൊല്ലുന്നവര് ദിക്ർ ചൊല്ലുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആ അബുൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ ശിഷ്യ പരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്റുകൾ, അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലുന്നവർ ഉണ്ട്. ആ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുമ്പോൾ അവരുടെ മഹാന്മാരായ ഉസ്താദുമാർ എങ്ങനെയാണോ അവർക്ക് ചൊല്ലിക്കാണിച്ചു കൊടുത്തത് അതേപോലെ അത് ചൊല്ലുന്നവർ ഉണ്ട്. അതേപോലെ ചൊല്ലുന്നവർ ഉണ്ട്. ദിക്റിൽ ലയിച്ച് മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ശരീരം കൊണ്ട് ആടിപ്പോകും. അങ്ങനെ ആടിപ്പോകുന്ന പതിവ് മഹാന്മാരായ സഹാബത്തിനും ഉണ്ടായിരുന്നുവെന്ന് അതാ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ ഫുളൈൽ ഇബ്നു അബ്ബാസ് അന്നഹു ഖാൽ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദക്കറുല്ലാഹ തമായലു യമീനൻ വശിമാലൻ കമാ യതമായലു അശ്ശജറു ഫിർരീഹിൽ ആസിഫി. അടിച്ചു വീശുന്ന കാറ്റിൽ മരം ചായുന്നത് പോലെ അതാ സഹാബത്ത് ദിക്ർ ചൊല്ലുമ്പോൾ ആടിപ്പോകാറുണ്ടെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആടുക എന്ന പതിവ് അങ്ങനെ നിലനിന്ന് വരുന്നുണ്ട്. എന്നാൽ ഔലിയാക്കള് അവരാ ദിക്റിൽ ഇങ്ങനെ ലയിക്കുമ്പോ അവരിങ്ങനെ ശരീരം കൊണ്ട് ആടി ദിക്ർ വരും. അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? മൗലവിയുടെ വാദം അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണെന്നാണ്. തെളിവ് വേണ്ടേ? തെളിവില്ലാതെ ഒരു കാര്യം ശിർക്കാണെന്നോ കുഫ്റാണെന്നോ ഹറാമാണെന്നോ പറയാൻ ആർക്കാണ് ഇവിടെ അധികാരം ഉള്ളത്? പരിശുദ്ധ ഖുർആനിലുണ്ടോ ദിക്ർ ചൊല്ലും പാടുന്നത് ഹറാമാണെന്ന്? ഖുർആനിലുണ്ടോ? എന്നാ ആയത്ത് കേൾക്കട്ടെ. ഹദീസിലുണ്ടോ? എന്നാ ഹദീസ് കേൾക്കട്ടെ. മൗലവി എന്ന് പറഞ്ഞാൽ മതിയോ? തെളിവുണ്ടോ? മൗലവി ഹറാമാണെന്ന് പറഞ്ഞാൽ മതിയോ? അതിന് തെളിവുണ്ടോ? ഏറ്റവും മുൻഗാമികളായ മുഴുവൻ ആളുകളും യഹൂദികളാണ് എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടുവന്നത്. യൂതന്മാരെ പരിപാടിയാണ്, ഷിയാക്കളെ പരിപാടിയാണ്. എന്നിട്ട് മൂപ്പര് പിന്നെ കാണിക്കുന്നുണ്ട് അറിയോ? ഷിയാക്കളുണ്ട് കുറെ കുത്തയും അതുപോലെ തന്നെ ചവിട്ടുമൊക്കെ ചെയ്യുന്നു. ഷിയാക്കാനുണ്ട് മുഹറം 10 ആവുമ്പോ നെഞ്ഞത്തടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ പാരമ്പര്യം എത്തുന്നത് ജൂദായിസത്തിലേക്കാണ് കേട്ടോ. അതിന്റെ സന്തതികളായ ഷിയായിസത്തിലേക്ക് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹറാമാവോ? ഗുരുവായൂർ അമ്പലം ചുറ്റുന്നൊരു പരിപാടി ഉണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കഅബ ശരീഫിന്റെ അടുക്ക പോയിട്ട് അത് ചുറ്റുന്നത് ഹറാമാവോ ശിർക്കാവോ? മൗലവി പറ. ഇനി അടുത്ത വരവിന് കൊണ്ടുപോവാ. എന്ത്? ആദ്യം മുസ്ലിമീങ്ങൾ കഅബൻ തവാഫ് ചെയ്യുന്ന ഒരു ചിത്രം കൊണ്ടുവരിക, സ്ക്രീനിൽ വെച്ച് കാണിക്കുക. രണ്ടാമത് ഗുരുവായൂർ ചുറ്റുന്ന ഒന്ന് കൊണ്ടുവരിക, എന്നിട്ട് അതും കാണിക്കാൻ പറയാ ഇതിലാ ഹിന്ദുക്കളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയാ. മൗലവി നീണ്ട തൊള്ളയോടുകൂടി നാദാപുരത്ത് വന്നിട്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചില്ലേ, സനതുണ്ടോ മുസ്ലിയാരേ? ഞാനിവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനും പോകുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ മൗലൈമാരെ, അതല്ലെങ്കിൽ ഇതാ സലഫികളെ, മുജാഹിദുകളെ, നിങ്ങൾ ഈ ചോദിച്ച ഇന്ന കാര്യം ഇതാ റസൂലുള്ള പറഞ്ഞതാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതാണ്, നാഫിഉ കേട്ടതാണ്, ഇമാം മാലിക് കേട്ടതാണ്, ഷഫീ ഇമാം കേട്ടതാണ്. അതല്ലേ നിങ്ങളുടെ പരമ്പരയിലെ അങ്ങേ തലയിലെ 5 ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ പറയാൻ പോകുന്ന ഓരോന്നും നിങ്ങൾ തെളിയിക്കണേ. മൗലൈമാരെ, എന്തിനാണ് നിങ്ങൾ അതാ വയ്യാബയിലേക്ക് പോകുന്നത്? സനദടക്കമുള്ള ഹദീസ് പറഞ്ഞിട്ടില്ലേ? ബുഖാരിയിലെ ഹദീസ്, അതിന്റെ തെളിവോടുകൂടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞിട്ടില്ലേ? നവവി ഇമാമിന്റെ മിൻഹാജിൽ വന്നത് വിശദീകരിച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ലർറഖസു, അതാ ആടുന്നത് തെറ്റല്ല, ഫലാ യഹ്റുമു, അത് ഹറാമല്ല, വലാ യുക്റഹു, അത് കറാഹത്തുമല്ല, ലിഅന്നഹു മുജറദു ഹറകാത്തിൻ അല ഇസ്തിഖാമത്തിൻ അവ ഇജാജിൽ, അല്പം ചെരിഞ്ഞോ മറിഞ്ഞോ ഉള്ള
ചലനം മാത്രമാണത്. ആ ചലനം അതാ ഹറാമല്ല, കറാഹത്തുമല്ല. എന്താ തെളിവ്? വലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അഖറൽ ഹബസത അലൈഹി ഫീ മസ്ജിദിഹി യൗമ ഈദ്. റവാഹു ശൈഖാനി, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഹബ്സീനക്കാര് വന്നിട്ട് അവര് പള്ളിയിൽ വെച്ച് അവരതാ ആടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആടുന്നത് ഹറാമല്ല, കറാഹത്തല്ല. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിന് സനദ് വേണോ മൗലവി? ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ് കേട്ടോ. ഖുർആനും ഹദീസും ഒരു ചുക്കും പഠിക്കാതെ നിങ്ങളോട് ആരാണ് മതം പറയാൻ ഏൽപ്പിച്ചത്? ഏത് യഹൂദിയാണ് നിങ്ങളെ പറഞ്ഞേച്ചത്? അതിന്റെ മറുപടി സമുദായത്തോടൊന്ന് പറയണം. ഞങ്ങളെ ഷാദിലി റാത്തീബിനെ വിമർശിച്ചാൽ പോരാ, ഞങ്ങൾ യഹൂദികളാണ്, ശിയാക്കളാണെന്ന് നാവ് കൊണ്ടങ്ങ് പറഞ്ഞാൽ പോരാ. മൗലവിനെ കൊണ്ട് എന്നൊന്ന് ദിക്ർ ശരീരം കൊണ്ടുണ്ട് എന്നൊന്ന് പറയിച്ചാ പിന്നെ ഇനിയിപ്പോ ഇതിന്റെ ലൈഫ് ഒന്നും നോക്കണ്ടല്ലോ. അത് പറയിച്ചാട്ടവനെ ദിക്ർ ശരീരം കൊണ്ടുണ്ട്, അവയവങ്ങളെ കൊണ്ട് ദിക്റുണ്ട് എന്ന് പറയുന്നത് കേൾക്കട്ടെ. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. അവയവങ്ങളെ കൊണ്ടുള്ള ദിക്ർ എങ്ങനെ മൗലവി? ഏത് അവയവം കൊണ്ടാ ഉള്ളത്? അതൊക്കെ ഒന്ന് വിശദീകരിക്കണം, നന്നായൊന്ന് വിശദീകരിക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ ഈ മൗലവി ചോദിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പറ്റുമോ? അത് സാമിരിന്റെ പരിപാടിയല്ലേ, യഹൂദിന്റെ പരിപാടിയല്ലേ? എന്നാ മൗലവി സനദ് വായിക്കണേ. മൗലവി ഉണ്ട് ഇവിടുന്നൊരു ദിക്ർ കാണിക്കുന്നു. മൗലവി പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്ന സമയത്ത് കടുത്ത തെറ്റ്, കടുത്ത ഹറാമ്, നിങ്ങളെപ്പോലത്തെ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ വെറുതെ ഹറാമ് പറയൂല, വെറുതെ ഹലാല് പറയൂല, തെളിവുള്ളതേ പറയൂ. അതാ സുന്നി. കേട്ടോ എന്താ മൗലവി ചെയ്തതെന്നറിയോ? മൗലവി പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു ഉമ്മാമയായി. ഉമ്മാമി പെണ്ണിന്റെ കോലം കെട്ടി, പെണ്ണിന്റെ കോലം കെട്ടിയിട്ട് നാദാവൃത്തുന്നു തന്നെ. മൗലവിന്റെ അനക്കവും ആട്ടമൊക്കെ നിങ്ങളൊന്ന് കണ്ടോളി. വായിക്കൂ മൗലവി, സനദ് വായിക്കൂ. അല്ലാഹുവിന്റെ റസൂല് പ്രസംഗത്തിനിടയിൽ പെണ്ണുങ്ങളെ കോലം കെട്ടിയിട്ട് ഇങ്ങനെ ആടിയതായ ഹദീസിന്റെ സനദ് വായിക്കൂ മൗലവി. സഹാബത്തിലൂടെ അങ്ങനെ ഇങ്ങനെ കിട്ടിയ റിപ്പോർട്ടൊന്ന് വായിക്കൂ മൗലവി. വായിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് കടുത്ത ഹറാമാണെന്ന് ഒന്ന് പ്രഖ്യാപിക്കൂ മൗലവി. ഇനി ഞാനത് ഹറാമാണെന്നതിന് തെളിവ് പറയട്ടെ. ബാബുൽ മുതശബ്ബിഹീന ബിന്നിസാഇ വൽ മുതശബ്ബിഹാതി ബിർരിജാൽ, സഹീഹുൽ ബുഖാരിയിലെ ബാബാണ്. ആ ബാബിലെ ഹദീസ് കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, പുരുഷന്മാരെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കോലം കെട്ടുന്നവര്, പെണ്ണുങ്ങളോട് തുല്യതയായി കാണിക്കുന്നവര്, അവരെ റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തിരിക്കുന്നു. മൗലവി ഷാദുലി റാത്തീബിനെ എതിർത്ത നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ലഅനത്താണ് കേട്ടോ. ലഅനത്തും വാങ്ങിയിട്ട് പോയിക്കോ ഷാർജയിലേക്ക്. ബുഖാരിയിലുള്ള ലഅനത്താണ്, സനദൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ ആടുന്നതിന് കൊണ്ടുവാ, സനദ് കൊണ്ടുവാ, റിപ്പോർട്ട് കൊണ്ടുവാ മൗലവി. നിങ്ങളെപ്പോലെ തൊള്ളേ തോന്നിയത് പറയലല്ല ഞങ്ങള്, തെളിവുള്ളതേ സുന്നത്ത് ജമാഅത്ത് പറയൂ.